മലയോര ജില്ലയായ ഇടുക്കിയിൽ പട്ടയമെന്ന കിട്ടാക്കനിക്കായി കാത്തിരിക്കുന്നത് 1,00,000-ലധികം വരുന്ന ആളുകളാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ആളുകളുള്ളത് ഉടുമ്പൻചോല, ഇടുക്കി, ദേവികുളം താലൂക്കുകളിലാണ്. 1977 ജനുവരി 1 മുമ്പ് കുടിയേറിയവരാണ് ജില്ലയിലുള്ളവരിൽ ഭൂരിഭാഗവും. ഇത് 25,000 പേരെങ്കിലും ഉണ്ടാവുമെന്നതാണ് ഔദ്യോഗിക കണക്ക്. LDF അധികാരത്തിലെത്തിയതിനു ശേഷം പട്ടയ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് പലവട്ടം പറഞ്ഞെങ്കിലും ഇതുവരെയും പട്ടയമേള നടത്തി പട്ടയം വിതരണം ചെയ്യുന്നതിന് കഴിഞ്ഞിട്ടില്ല. പട്ടയ നടപടികൾ പൂർത്തിയാകാത്തതിനാൽ ജില്ലയിലെ പട്ടയ വിതരണം 3 തവണ മാറ്റിവെക്കുകയാണ് ചെയ്തത്. ഈ മാസം 21-ന് കട്ടപ്പനയിൽ വെച്ച് പട്ടയമേള നടത്തുന്നതിനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. പട്ടയമേളയിൽ വെച്ച് 10,000 പട്ടയങ്ങൾ വിതരണം ചെയ്യുമെന്നാണ് പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. എന്നാൽ 4,000-ൽ താഴെ പട്ടയങ്ങൾ മാത്രമാണ് റവന്യൂ വകുപ്പ് നടപടികൾ പൂർത്തീകരിച്ചിരിക്കുന്നതെന്നാണ് സൂചന. പട്ടയത്തിനു വേണ്ടി ജില്ലയിലെ 7 ഭൂമി പതിപ്പ് ഓഫീസുകളിൽ ലഭിച്ചത് 10,000-ലധികമാണ്. ഇവിടെ എത്തുന്ന അപേക്ഷകൾ പരിശോധിച്ചതിനു ശേഷം ഇവ സർവേ സൂപ്രണ്ട് ഓഫീസർക്ക് കൈമാറുകയാണ് ചെയ്യുന്നത്. എന്നാൽ മിക്ക താലൂക്കുകളിലും സർവേ നടപടികൾ ഇനിയും പൂർത്തിയായിട്ടില്ല എന്നതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ മലയോര ജനതയുടെ പട്ടയ സ്വപ്നം ഇത്തവണ എത്രത്തോളം പൂവണിയുമെന്നത് കാത്തിരുന്ന് തന്നെ കാണണം. സന്ദീപ് രാജക്കാടിനൊപ്പം റിപ്പോർട്ടർ, ഇടുക്കി.